നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഒമോയെറി എന്ന ജപ്പാൻ വാക്കിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ജപ്പാനിൽ ഫുട്ബോൾ കളി കാണാനെത്തുന്നവർ സ്റ്റേഡിയത്തിലെ സീറ്റുകൾ തുടച്ചു വൃത്തിയാക്കുന്നത് കണ്ടാണ് അവൾ അച്ഛനെ നോക്കിയത്. അവളുടെ നോട്ടത്തിലെ കൗതുകം തിരിച്ചറിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഇതാണ് ഒമോയെറി. ആ വാക്കവൾ ആദ്യമായി കേൾക്കുകയായിരുന്നു. അച്ഛൻ തുടർന്നു, പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാത്ത സഹായത്തെ നമുക്ക് ഒമോയെറി എന്ന് വിളിക്കാം. ജപ്പാനിലെ സാമൂഹിക ബോധത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഏറ്റവും ഉദാത്തമായ പ്രതിഫലമാണ് ഒമോയെറി. മിനുസമുള്ള ഒരു പ്രതലത്തിൽ ഒരു തുള്ളി വെള്ളം വീണ് കിടന്നാൽ അത് ഒന്നല്ല പല വീഴ്ചകൾക്കും കാരണമായേക്കാം. എന്നാൽ ആദ്യം വെള്ളം കാണുന്നയാൾ അത് തുടച്ചു നീക്കിയാൽ പിന്നാലെ വരുന്ന വീഴ്ചകൾ ഒഴിവാക്കാൻ ആ പ്രവൃത്തി കാരണമായേക്കും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മസംഘർഷങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുകൂടിയാണ് നാം മുക്തരാകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഇടപെടലുകളിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. നമ്മൾ അറിയാതെ നമ്മിൽ ഒരു ധ്യാനം വിടരുന്നു. നമുക്കും ഒമോയെറി ഒരു ശീലമാക്കാം. ഇടയ്ക്കൊക്കെ സ്വാർത്ഥതയിൽ നിന്നും അവധിയെടുക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.